കാലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ കരുതുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ കാര്യം നടത്തി തരാനുള്ള ഒരാളായിട്ടാണ്, മീൻ നമ്മുടെ സെർവൻറ്റ് എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിലേക്ക് പല ആരാധനാ രീതികളും മാറുന്നുണ്ട്. നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിലീഫാണ് ഈശ്വരൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകളൊക്കെ ഒന്ന് ഇറക്കി വെക്കാവുന്ന, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാവുന്ന, ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാതെ നിങ്ങളെ ഒരു മിനിറ്റെങ്കിലും പിടിച്ചു നിർത്തുന്ന, നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള കയറോ മണ്ണെണ്ണയൊക്കെ ഒരു മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈശ്വരൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഭഗവാൻ ഗുരുവായൂരപ്പനാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പം ആ ഒരു ഈശ്വരനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ മെന്റാലിറ്റി, അതിന് വലിയ പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് ഒരിക്കലും ആവശ്യങ്ങൾ മാത്രം ആവാതിരിക്കുകയും ഇടയ്ക്ക് ശരത്തേനൊക്കെ പറയുന്നത് നിങ്ങൾ ഭഗവാനോട് സംസാരിക്കുക, ഇവൻ എന്താണ് സുഖാണോ എന്നൊക്കെ. നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഈശ്വരനായിട്ട്. പുറത്തുള്ള ആൾക്കാർ നമുക്ക് കിളിപ്പോയിതൊക്കെ പറയും, എന്നാലും നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആരാധന പൂർത്തിയാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും അതൊരു മോണോ ഡയറക്ഷൻ അല്ല. ഈശ്വരൻ പറയുന്നത് നമ്മൾ കേൾക്കുകയും നമ്മൾ പറയുന്നത് ഈശ്വരൻ കേൾക്കുകയും